നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ സ്ഥിരതാമസമാക്കുക അല്ലെങ്കിൽ ഒരു ഗ്രീൻ കാർഡ് സ്വന്തമാക്കുക എന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. എന്നാൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ ലഭിച്ച ആ ഗ്രീൻ കാർഡ് ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടാലോ? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലേ? നിങ്ങൾ ഒരു യുഎസ് ഗ്രീൻ കാർഡ് ഹോൾഡർ ആണോ? എങ്കിൽ യുഎസിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില നിർണായകമായ നിയമങ്ങളുണ്ട്. യുഎസിന് പുറത്ത് നിങ്ങൾ എത്ര നാൾ താമസിക്കുന്നു എന്നത് നിങ്ങളുടെ റെസിഡൻസിയെ ബാധിക്കും. ഗ്രീൻ കാർഡ് കൈവശമുണ്ടെന്ന് കരുതി വിദേശത്ത് എത്ര കാലം വേണമെങ്കിലും കഴിയാമെന്ന് വിചാരിക്കരുത്. എന്താണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ? വിദേശയാത്രയ്ക്ക് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. നിയമപരമായി യുഎസിൽ സ്ഥിരതാമസമാക്കിയ ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും രാജ്യത്തിന് പുറത്തു പോകാനും തിരികെ വരാനും അനുവാദമുണ്ട്. എന്നാൽ ഇവിടെ ഒരു നിബന്ധനയുണ്ട്. നിങ്ങളുടെ വിദേശവാസം 1 വർഷത്തിൽ കൂടരുത്. 1 വർഷത്തിൽ താഴെയുള്ള യാത്രകൾക്ക് യുഎസിലേക്ക് തിരികെ പ്രവേശിക്കാൻ നിങ്ങളുടെ ഗ്രീൻ കാർഡും അല്ലെങ്കിൽ റിട്ടേണിംഗ് റെസിഡൻസി വിസയും മാത്രം മതിയാകും. ഇത് വളരെ ലളിതമാണ്. എന്നാൽ 1 വർഷത്തിൽ കൂടുതൽ കാലം നിങ്ങൾ യുഎസിന് പുറത്ത് താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ? ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നിങ്ങൾ 1 വർഷത്തിൽ കൂടുതൽ യുഎസിന് പുറത്തു നിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിച്ച് അനുമതി വാങ്ങേണ്ടത് നിർബന്ധമാണ്. യുഎസ് എംബസിയിലോ കോൺസുലേറ്റിലോ പോയി റിട്ടേണിംഗ് റെസിഡൻസ് വിസ എടുക്കാതെ തന്നെ അമേരിക്കയിലേക്ക് തിരികെ വരാൻ ഈ റീ എൻട്രി പെർമിറ്റ് നിങ്ങളെ സഹായിക്കും. ഇത് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് സുരക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, യുഎസിൽ നിന്നും പോയതിനു ശേഷം വിദേശത്തിരുന്ന് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഈ റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടത്? നമുക്ക് നോക്കാം. നിങ്ങൾ യുഎസ് വിടുന്നതിന് മുൻപ് തന്നെ USCISൽ ഫോം I-131 അതായത് ആപ്ലിക്കേഷൻ ഫോർ ട്രാവൽ ഡോക്യുമെന്റ് ഫയൽ ചെയ്യണം. ഈ റീ എൻട്രി പെർമിറ്റുകൾക്ക് അത് അനുവദിക്കുന്ന തീയതി മുതൽ സാധാരണയായി 2 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. ഈ 2 വർഷത്തെ സമയപരിധിയും കഴിഞ്ഞ് നിങ്ങൾ വിദേശത്ത് തുടരുകയാണെങ്കിൽ തിരികെ യുഎസിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ഇമിഗ്രേഷൻ അധികാരികൾക്ക് സാധിക്കും. ഇനി ഗ്രീൻ കാർഡിനായി അപേക്ഷിച്ച് അത് ഇതുവരെ അംഗീകരിക്കപ്പെടാത്ത വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ യുഎസ് വിട്ടു പോകുന്നതിന് മുൻപ് നിങ്ങൾ അഡ്വാൻസ് പരോൾ നേടിയിരിക്കണം. ഇതും ഫോം I-131 വഴി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അഡ്വാൻസ് പരോൾ ഇല്ലാതെ രാജ്യം വിട്ടാൽ നിങ്ങളുടെ ഗ്രീൻ കാർഡ് അപേക്ഷ തന്നെ റദ്ദാക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത സംശയം, 1 വർഷത്തിൽ കൂടുതലോ അല്ലെങ്കിൽ നിങ്ങളുടെ റീ എൻട്രി പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞോ വിദേശത്ത് താമസിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് യുഎസിൽ പുതിയൊരു ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിച്ച് പ്രക്രിയകൾ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ഇത് പണച്ചെലവും സമയനഷ്ടവും ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഇതിന് ഇളവുണ്ട്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാൽ, ഉദാഹരണത്തിന് പെട്ടെന്നുണ്ടായ ഗുരുതരമായ രോഗം, കുടുംബത്തിലെ അടിയന്തര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഒഴിവാക്കാനാകാത്ത കാരണങ്ങളാൽ കൊണ്ട് വിദേശത്ത് കുടുങ്ങിപ്പോയതാണെങ്കിൽ നിങ്ങൾക്ക് SB1 റിട്ടേണിംഗ് റെസിഡൻസ് വിസയ്ക്ക് അപേക്ഷിക്കാം. ഈ SB1 വിസ ലഭിക്കണമെങ്കിൽ നിങ്ങൾ യുഎസ് കോൺസുലർ ഓഫീസറിന് 3 കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒന്നാമത്തേത്, യുഎസ് വിടുമ്പോൾ നിങ്ങൾ നിയമപരമായ സ്ഥിരതാമസക്കാരനായിരുന്നു. അടുത്തത്, യുഎസിലേക്ക് മടങ്ങി വരാൻ മാത്രമായിരുന്നു നിങ്ങളുടെ തീരുമാനം. അവിടുത്തെ താമസം ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കണം. അടുത്തത്, നിങ്ങളുടെ വിദേശവാസം നീണ്ടുപോയത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം. ഇതിനായി അടുത്തുള്ള യുഎസ് എംബസിയിലോ കോൺസുലേറ്റിലോ ഫോം DS-117 നിങ്ങളുടെ ഗ്രീൻ കാർഡ്, റീ എൻട്രി പെർമിറ്റ് എന്നിവ സഹിതം അപേക്ഷിക്കണം. 2 ഘട്ടങ്ങളായുള്ള ഇന്റർവ്യൂവും മെഡിക്കൽ പരിശോധനയും ഇതിനായി ഉണ്ടാകും. കൂടാതെ ഇതിനുള്ള ഫീസും നിങ്ങൾ നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ SB1 വിസ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? കോൺസുലർ ഓഫീസർക്ക് നിങ്ങൾ യുഎസ് താമസം ഉപേക്ഷിച്ചതായി തോന്നിയാൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. പിന്നീട് നോൺ ഇമിഗ്രന്റ് വിസ ലഭിക്കണമെങ്കിൽ നിലവിൽ താമസിക്കുന്ന രാജ്യവുമായി നിങ്ങൾക്ക് ശക്തമായ ബന്ധമുണ്ടെന്ന് തെളിയിക്കണം. അതിനും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി എങ്ങനെയാണോ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചത് അതേ കാറ്റഗറിയിൽ പുതിയൊരു ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിച്ച് കാര്യങ്ങൾ ഒന്നേന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും. നിങ്ങളുടെ ഗ്രീൻ കാർഡ് എന്നത് അന്താരാഷ്ട്ര യാത്രകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സ്ഥിരമായ ഫ്രീ പാസ് അല്ല. നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ അത് സുരക്ഷിതമാകൂ. 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഗ്രീൻ കാർഡ് മാത്രം മതി. കൂടുതൽ കാലത്തേക്കാണെങ്കിൽ പോകുന്നതിന് മുൻപ് റീ എൻട്രി പെർമിറ്റ് എടുക്കുക. ഇനി വിദേശത്ത് കുടുങ്ങിപ്പോയാൽ
SB1 വിസ ഉപയോഗപ്പെടുത്തുക. യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ US ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും.